മറുനാട മതസ്ഥരായിട്ടുള്ള ഷാജ വിശ്വാസികളോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പോങ്ങൻ പാരായണം ചെയ്യുന്ന ഷാജായണത്തിന്റെ അവസാനത്തെ അധ്യായമാണിത്. പ്രത്യേകിച്ച് മറ്റൊരു സാഹചര്യവും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം കേന്ദ്ര കഥാപാത്രമാകുന്ന ഈ സംസാരം ഇനി ഇവിടെ നിന്നും ഉണ്ടാവുകയില്ല. തല്ലുകേസുമായി ബന്ധപ്പെട്ടുള്ള എന്റെ അഭിപ്രായങ്ങൾ അത്രയും ഇന്നലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, തീർത്തു. പക്ഷെ ഇന്ന് രാവിലെ ഷാജൻ സ്കറിയയുടെ ഒരു റീൽ കണ്ടു ഫേസ്ബുക്കിൽ. ഷാജ വിശ്വാസികൾക്ക് മാത്രമല്ല, കമ്മി വിരുദ്ധരായിട്ടുള്ള ഏതൊരാൾക്കും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും രോമാഞ്ചം കൊള്ളാനുള്ള വകയാണ് വാസ്തവത്തിൽ ആ റീൽ സംഭാവന ചെയ്യുന്നത്. സ്നേഹാദര സാഹോദര്യ സൗഹൃദ ഭാവം ഉണ്ടെന്നല്ലാതെ പോങ്ങനൊരു അടിയുറച്ച ഷാജ വിശ്വാസിയല്ല. കമ്മി വിരുദ്ധനാണ് എങ്കിൽ കൂടി എന്റെ വിരുദ്ധതയുടെ അടിസ്ഥാനം വെറുപ്പുമല്ല, വിയോജിപ്പുകൾ മാത്രമാണ്. സ്വാഭാവികമായും എന്റെ രോമങ്ങളെ ആഞ്ചിക്കാനുള്ള പ്രാപ്തി ആ റീലിൽ ഉണ്ടായിരുന്നില്ല. ആഞ്ചലിന് പകരം ഒരുതരം അയ്യേ ഭാവമായിരുന്നു എന്റെ രോമങ്ങളിൽ അനുഭവപ്പെട്ടെന്ന് പറയുന്നതാണ് സത്യം. അടിവളം തേടി നടക്കുകയാണോ മറുനാടൻ എന്ന് പറയുന്ന ഒരു ആശങ്കയാണ് എന്റെ ആസ്വാദന ബുദ്ധി ഉള്ളിൽ ഉയർത്തിയത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ എന്നത് സമ്മതിക്കാം. എന്നാൽ പ്രതികൂലമാകുമെന്നറിഞ്ഞിട്ടും അനുകൂലമാക്കാവുന്ന സാഹചര്യത്തിലെ അപാകതകളെ ശത്രു സമ്പാദന ബുദ്ധിയോടുകൂടി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രതികരിക്കുമ്പോൾ മാത്രമേ എനിക്ക് എൻ്റെ സാമൂഹ്യ ബോധത്തെയും സാമാന്യ ബുദ്ധിയെയും മാനിക്കാൻ സാധിക്കാറുള്ളൂ. അതുകൊണ്ട് നഷ്ടഭയം ഒട്ടും കൂടാതെ പോങ്ങനൊരു കാര്യം പറയാം. ഈ റീൽ തൊപ്പിയും പാണ്ടിക്കാട് കുഞ്ഞനും തമ്മിലുള്ള പോരടി പോലെ ബാലിശവും അപ്രസക്തവുമാണ്, പരിഹാസ്യവും നിന്ദ്യവുമാണ്. ഇത്തരം പ്രകോപനങ്ങളും വെല്ലുവിളികളും ഒട്ടും തന്നെ ധീരതയല്ല, അടി തേടി നടക്കുന്നത് ലക്കും ലഗാനുമില്ലാത്ത നാടൻ തല്ലുകൊള്ളികളുടെ ഒരുതരം നേരം പോക്കാണ്. മാത്യൂസ് കൊല്ലപ്പള്ളിയും സംഘവും സംയുക്തമായി നടത്തിയിട്ടുള്ള ഭേദ്യ സമർപ്പണത്തെ ഇങ്ങനെ ആഘോഷിക്കാൻ അത് ഓണത്തല്ലിൽ വകകൊള്ളിച്ച് അവർ നടത്തിയിട്ടുള്ള വിനോദകർമ്മമൊന്നും ആയിരുന്നില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ പിറവം പാലച്ചുവട്ടിലുള്ള CPM ഓഫീസിന്റെ മുൻപിലെ ചായക്കടയിൽ കയറി ചായയും കടിയും കഴിച്ച് സെൽഫി കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു സ്വാഭാവിക യാത്രാ നിമിഷത്തെ ഇങ്ങനെ ഒരു കോണ്ടന്റാക്കി സമൂഹത്തിന് മുന്നിൽ വിളമ്പേണ്ട വല്ല കാര്യവുമുണ്ടോ? അദ്ദേഹം ഒരു ഡെയിലി വ്ളോഗർ അല്ല, അല്ലേ? ശ്രീ മറുനാടൻ ഷാജൻ സ്കറിയ അദ്ദേഹം ഒരു ഡെയിലി വ്ളോഗർ അല്ല, ലൈഫ് സ്റ്റൈൽ വ്ളോഗറോ അല്ലെങ്കിൽ ഫുഡ് വ്ളോഗറോ ഒന്നുമല്ല. പിന്നെ എന്തിനിത്തരം പ്രഹസനങ്ങൾ? ഇതുപോലുള്ള കുഞ്ഞു റീലിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച നാണയം കൊണ്ട് ഉപജീവനം കഴിക്കേണ്ട ഗതികേടും അങ്ങനെ ഒരു സാമ്പത്തിക സാഹചര്യവും അദ്ദേഹത്തിനില്ല. പിന്നെ എന്തിനിങ്ങനെയുള്ള പ്രഹസനങ്ങൾ? ഇതുപോലുള്ള അനാവശ്യ പ്രകോപനങ്ങളും വെല്ലുവിളികളും വൈകാരിക പാകതയുള്ള ഒരു മാധ്യമ പ്രവർത്തകന് ചേർന്ന സംഗതിയാണോ? ഷാജൻ സ്കറിയയെ പോലെ ഇത്രത്തോളം സ്വാധീനശേഷിയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കേരള സമൂഹത്തിൽ വേറെയില്ല, അല്ലേ? കാര്യം, ഈ സമൂഹം ഒരു വലിയ വിപണിയാണ്. ഡിജിറ്റൽ കാലത്ത് ഓരോ മനുഷ്യനും ഓരോ ഉൽപ്പന്നവുമാണ് എന്ന് കരുതി ഗുണമുള്ളതെല്ലാം വിപണിയുടെ പ്രിയത്തിന് അങ്ങനെ അങ്ങോട്ടേക്ക് പാത്രമാവുകയില്ല, അല്ലേ? ഒരിക്കലുമില്ല. സ്വയം വിൽക്കാനുള്ള കഴിവ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സ്വന്തം ഗുണം കൊണ്ടുപോലും അവനവന് ഗുണമുണ്ടാവുകയുള്ളൂ. പറഞ്ഞു വന്നത് ഇതാണ്. ഇത്രത്തോളം വിപണി മൂല്യം ഷാജൻ സ്കറിയയ്ക്ക് ലഭിക്കാൻ കാരണം സ്വന്തം കച്ചവട ബുദ്ധിയോ ഗുണമോ മാത്രമല്ല, സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും അതിനു പിന്നിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. CPM മറുനാടനോട് സ്വീകരിച്ചിട്ടുള്ള, അങ്ങനെ പറയുന്നതിനകത്ത് ചെറിയൊരു അപാകതയുണ്ട്. സത്യത്തിൽ CPM അല്ല മറുനാടനോട് പോരടിച്ചത്. വളരെ സൂക്ഷ്മമായി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, വിവേകത്തോടുകൂടി സാമാന്യ ബോധത്തോടുകൂടി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ CPM എന്ന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് PV അൻവറിയനെ പോലുള്ള മണ്ടൻ മുതലാളിമാരും അതുപോലെ തന്നെ അൻവറിയന്റെ കൂട്ടുകാരനും അങ്ങ് ലണ്ടനിൽ വെച്ച് മറുനാടനെ തല്ലിയെന്ന് അവകാശവാദം ഉന്നയിച്ച സുടുബാധിതനായിട്ടുള്ള ചലച്ചിത്ര നിർമ്മാതാവും ചലച്ചിത്ര നിർമ്മാതാവും അതുപോലെ കോടതിയിൽ നിന്ന് തത്തിച്ചു വിട്ടിട്ടുള്ള മുൻ ന്യായാധിപനും
പോരാത്തതിന് ഈ കിറ്റക്സ് മുതലാളിയുടെ ഔദ്യോഗിക ശത്രുവായിട്ടുള്ള ശ്രീമാൻ നീചത്തമ്പുരാനുമൊക്കെ മറുനാടനെതിരെ നടത്തിയിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള പ്രതികാര പ്രവർത്തനങ്ങൾ സത്യത്തിൽ CPM-ന്റെ തലയിലാവുകയായിരുന്നില്ലേ? നന്നായിട്ട് അമർന്നിരുന്ന് ആലോചിക്കുമ്പോൾ നമുക്കത് കിട്ടും. അതല്ലാതെ സാമ്പ്രദായിക സഖാക്കളോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമോ മറുനാടൻ ഷാജനെ എതിരാളിയായി ഗണിച്ചിട്ടേയില്ല. തൊടുപുഴയിൽ വെച്ച് മാത്യൂസ് കൊല്ലപ്പള്ളി നടത്തിയിട്ടുള്ള ഭേദ്യ സമർപ്പണവും CPM-ന്റെ പേരിലുള്ളതാണ് എന്ന് അവകാശപ്പെടാമെങ്കിൽ കൂടി അതിലും വാസ്തവമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ തല്ല് സംഭവം കഴിഞ്ഞപ്പോൾ മറുനാടൻ മലയാളി എന്ന മാധ്യമം മാത്യൂസ് കൊല്ലപ്പള്ളി വിഷയം കൂടുതൽ രൂക്ഷമായി ഇപ്പോൾ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതും അർത്ഥമാക്കുന്നത് വിഷയം പാർട്ടിയോ രാഷ്ട്രീയമോ അല്ല, കുറ്റവും കുറ്റവാളിയും ഒക്കെ തന്നെയാണ്. വളരെ വ്യക്തിപരമാണ് കാര്യങ്ങൾ. തൂങ്ങി മരിച്ചതോ തൂക്കി മരിപ്പിച്ചതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാര്യയല്ല. കമ്മ്യൂണിസ്റ്റ് ആണെന്ന വിശ്വാസത്തോടെയും അതുപോലെ തന്നെ അവകാശവാദത്തോടെയും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാര്യയാണ്. മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയാണ്. ഷാജൻ സ്കറിയെ തല്ലിയ ഈ മാത്യൂസ് കൊല്ലപ്പള്ളി മറുനാടൻ മലയാളി അവതരിപ്പിച്ച വാർത്തകളിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നില്ല എങ്കിൽ ഒരു പരിധിവരെ CPM-നെ നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കാം. എന്നാൽ ഇവിടെ അതിന് സ്ഥാനമില്ല. ഭേദ്യസമർപ്പണം തീർത്തും വ്യക്തിപരമായിട്ടുള്ള പകയാറ്റലിന്റെ ഭാഗം മാത്രമായിരുന്നു. സ്വന്തം നിലയിൽ പകയാറ്റുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. മാത്യൂസ് കൊല്ലപ്പള്ളി കൂലിത്തല്ലുകാരെ ഇറക്കി മറുനാടനെ അടിപ്പിക്കുകയുമായിരുന്നില്ല, അല്ലേ? അങ്ങനെയുമല്ല. സ്വന്തം നിലയിൽ തല്ലിയാലേ പക തീരൂ എന്ന് പറയുന്ന വിചാരം കൊണ്ടാണ് മാത്യൂസ് കൊല്ലപ്പള്ളി നേരിട്ട് തല്ലുദാനിയായി വഴിയിലിറങ്ങിയത്. കൂലിക്ക് ആളെ വെച്ച് തല്ലിച്ചില്ല. അതുപോലെ നടന്നത് വധശ്രമമാണ് എന്നുള്ള ആരോപണം സത്യത്തിൽ അത് ഒരു ഭംഗിക്ക് പറയാമെന്നുള്ളതല്ലാതെ അതിലെന്തെങ്കിലും കാമ്പോ കഴമ്പോ ഉണ്ടോ? വെറും കൈയോടെയാണ് ചെന്നത്. ഒരു കൊച്ചു പിച്ചാത്തി പോലും, കറിക്കരിയുന്നൊരു കത്തി പോലും കൊണ്ടുവന്നിട്ടില്ല അവർ. 5 വിരലുകളുള്ള 2 കൈ മാത്രം എടുത്തുകൊണ്ടല്ല ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ ഇറങ്ങുന്നത്. എന്നതെങ്കിലും ഒരു മൂർച്ച കാണും, അല്ലേ? കൈനഖത്തിന്റെ മൂർച്ച കൊണ്ട് ഒരാളെ കൊല്ലാൻ പറ്റില്ല. അപ്പൊ തല്ലുക എന്ന് പറയുന്ന ഒരു ഉന്നം വെച്ചുകൊണ്ട് അവന്മാർ തല്ലി. ആ തല്ലിന് കൃത്യമായിട്ട് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ അളന്നു തൂക്കി കൃത്യമായി അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുക, അതിനു വേണ്ടുന്ന പരിശ്രമങ്ങൾ നടത്തുക, സമൂഹം അതിനെ അപലപിക്കുക. ഇത്തരം കയ്യാങ്കളികൾ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതല്ല എന്ന് പറയുക, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത് വധശ്രമമായിരുന്നു. വധശ്രമമൊന്നുമല്ല, അങ്ങനെ പറയുന്നതിനകത്ത് കാര്യമില്ല. ഇത് പാർട്ടി കാര്യവുമല്ല, വധശ്രമവുമല്ല. അതാണ് സത്യം. സഖാക്കൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് മുഴുവൻ പാർട്ടിയുടെ ഔദ്യോഗിക അനുമതിയോടുകൂടി പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണെന്ന് പറയാൻ പറ്റുമോ? ഒരു സഖാവിൻ്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ കുട്ടിയായിട്ട് കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ പിണറായി വിജയൻ അതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, പാടില്ല, പറയാൻ പാടില്ല. പാർട്ടിക്ക് പങ്കില്ലാത്ത ഒരു കാര്യത്തിന് പാർട്ടി ഓഫീസിന്റെ മുന്നിൽ ചെന്ന് ചായയും എണ്ണക്കടിയും കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്നല്ലാതെ മറ്റെന്ത് കാര്യമാണുള്ളത്? എന്നാൽ ആ ചായ കുടിയും എണ്ണക്കടി തീറ്റയും സെൽഫി കൊടുപ്പും ഒരുമാതിരി അർത്ഥം വെച്ച് റീലാക്കി ഇറക്കിയാൽ അതൊരു പ്രകോപനവും പരിഹാസവും വെല്ലുവിളിയും മാത്രമാണ്. ഗ്രാമീകരിച്ചു പറഞ്ഞാൽ അടി തേടി നടക്കുന്ന ഒരുതരം അവിഞ്ഞ പണി. അഭിമാനവും ആത്മാർത്ഥതയും ഒക്കെയുള്ള അണികൾ എല്ലാ പാർട്ടിയിലും ഉണ്ടെന്നേ. ഈ ഷാജൻ സ്കറിയെ വിരോധ ബുദ്ധിയോടുകൂടി സമീപിക്കാത്ത ഒരുപാട് സഖാക്കൾ ആ പാർട്ടിയിലുണ്ടെന്നുള്ള കാര്യം വ്യക്തിപരമായി പോകാനറിയാം. അവരെ കൂടി കളിയാക്കുന്ന പണിയാണ് സ്വയം വിഗ്രഹീകരിക്കുന്ന ഇത്തരം പരിപാടികൾ. തന്നെ തല്ലുന്നതിന് പിന്നിൽ പാർട്ടിയാണ് എന്ന് പറയുന്ന പ്രതീതി സൃഷ്ടിക്കുന്നത് സ്വന്തം വിപണി മൂല്യം ഉയർത്താമെങ്കിൽ കൂടി അത് വലിയ അപകടം ചെയ്യും. ഷാജനെ തല്ലുന്നതാണ് മഹത്തായിട്ടുള്ള പാർട്ടി പ്രവർത്തനമെന്ന് സാധാരണ പ്രവർത്തകർ തെറ്റിദ്ധരിക്കും. അത് അപകടമല്ലേ? ബ്രാഞ്ച് തലം മുതലുള്ള പാർട്ടി പ്രവർത്തകർ മത്സരബുദ്ധിയോടുകൂടി വഴിക്കണ്ണുമായി അങ്ങനെ ഷാജനെ കാത്തിരിക്കുന്ന ഒരു നില വരില്ലേ? തൊടുപുഴയിലെ പാർട്ടി ഘടകം കൊടുത്തതിലും മികച്ച 4 തല്ല് നമുക്ക് കൊടുക്കണമെന്ന് ഓരോ പാർട്ടി ഘടകവും തീരുമാനിച്ചാൽ തല്ലുകൊള്ളാൻ ഉള്ള ശരീരം മതിയാവാതെ വരില്ലേ? കാശ് കൊടുത്ത് വാങ്ങാവുന്ന ഒന്നല്ലല്ലോ മനുഷ്യ ശരീരം. കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഭൂമി കൂടുതലായിട്ട് വാങ്ങിക്കൂട്ടാം. പക്ഷെ ശരീരം അങ്ങനെ വികസിപ്പിക്കാൻ പറ്റുമോ? ഒരു 4 ആളുടെ തല്ല് മേടിക്കാനുള്ള ശരീരമാണ്. അതുകൊണ്ട് ഒരു കുറച്ച് ഏറിയ നമുക്ക് കൂടുതൽ വാങ്ങിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഓരോ അടിയും വളർച്ചയ്ക്കുള്ള വളമാക്കി മാറ്റുമെന്ന മട്ടിൽ താങ്കൾ ഇങ്ങനെ അടി തേടി അലയരുത്. അതാണ് എൻ്റെ ഒരു
വിനീതമായിട്ടുള്ള അപേക്ഷ, ദയവായി സമൂഹം കൽപ്പിക്കുന്ന നിലവാരത്തിൽ നിന്നും ശ്രീ ഷാജൻ സ്കറിയ ഒട്ടും തന്നെ താഴേക്ക് പോകാതെ നോക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും പോകൻ ഇവിടെ പരസ്യമായി പങ്കുവെക്കുകയാണ്. കിട്ടുന്ന അടികളെ വളമായി കണ്ട് ഭേദ്യ യാചനത്തിനായി സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന ഒരു തല്ലുദാഹിയായി താങ്കൾ ദയവായി ചുരുങ്ങി പോവാതെ ഇരിക്കണമെന്ന് പറയുന്ന അഭ്യർത്ഥന വളരെ ആത്മാർത്ഥമായിട്ടാണ് പോങ്ങൻ മുന്നോട്ട് വയ്ക്കുന്നത്. സമൂഹത്തിൽ വിഡ്ഢികൾ അധികരിച്ചു പോയി എന്ന് കരുതി അവരെ ഇങ്ങനെ നാണ്യമൃഗങ്ങളായി മാറ്റാതെ ഇരിക്കൂ. മാറ്റരുതങ്ങനെ. ഇതല്ല നായകത്വം, ഇതല്ല പാകബുദ്ധി. ഷാജൻ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് സാമാന്യബോധമുള്ള കമ്മി വിരോധികളെ കൊണ്ട് പറയിപ്പിക്കുന്ന നിലയിൽ അങ്ങനെയുള്ള പ്രകടനം അത് നടത്തുന്നത് ഒട്ടും തന്നെ നല്ലതല്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് സഹതാപം തോന്നുന്ന പരുവത്തിലേക്ക് പൗരബുദ്ധിയുള്ള ആളുകളുടെ മനോഭാവത്തെ മാറ്റുന്നതും ഒരുമാതിരി മികവുള്ള പണിയായിട്ട് പറയാൻ പറ്റില്ല. ഭരണവിരുദ്ധ വികാരം സഹിക്കാം എന്ന് വിചാരിക്കുന്ന തരത്തിൽ തലയ്ക്ക് വെളിവുള്ളവരെ പ്രേരിപ്പിക്കുന്ന വിധം അങ്ങിങ്ങനെ റീൽ നടനം ആടുകയേ ചെയ്യരുത്. സ്നേഹ സാഹോദര്യാദരങ്ങളോടെയുള്ള അപേക്ഷയാണ്. തീർച്ചയായിട്ടും പോകൻ ഈ സംസാരം ഇവിടെ നിർത്തുകയാണ്. ഇനി ഈ വിഷയത്തിൽ കൂടുതലായിട്ടൊന്നും തന്നെ പറയാൻ ആഗ്രഹമില്ല. വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഇത് പാർട്ടി അറിഞ്ഞുകൊണ്ട്, പാർട്ടിയുടെ മേൽഘടകം അറിഞ്ഞുകൊണ്ടോ പാർട്ടിയുടെ താല്പര്യങ്ങൾ കൊണ്ടോ നടത്തപ്പെട്ട ഒരു തല്ലല്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് അപകടമാണ്. അങ്ങനെ കാണുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് അങ്ങനെയാണ് എന്ന് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരുതരം പ്രോത്സാഹനമാണ്. കാരണം ഷാജനെ തല്ലുക എന്ന് പറയുന്ന ഒരു നയം പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഗ്രാമാന്തരങ്ങളിലുള്ള എല്ലാ പാർട്ടി ഘടകങ്ങളും കണ്ണിൽ കാണുന്നിടത്ത് വെച്ച് ഇദ്ദേഹത്തെ തല്ലണമെന്ന് പറയുന്ന നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് വളരെ കഷ്ടമായി പോവും, അല്ലേ? അതുകൊണ്ട് ഇതൊരു പാർട്ടി വിഷയമല്ല, വളരെ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരു തല്ലുദാഹിയാകുന്ന നിലയിലേക്ക് ഓരോ അടിയും വളമായി, സ്വന്തം വളർച്ചയ്ക്കുള്ള വളമായി കണ്ടുകൊണ്ട് ഒരു കാരണവശാലും ഇതുപോലെ അടി തേടി നടക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ, വെല്ലുവിളികൾ, പ്രകോപനങ്ങൾ, പരിഹാസങ്ങൾ അതൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് സ്വന്തം ജോലിയിൽ കൂടുതൽ ഗൗരവത്തോടുകൂടി മുഴുകുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിലംപരിശാക്കി കളയുമെന്ന് പറയുന്ന വെല്ലുവിളികൾ, അവരുടെ പുക കണ്ടേ ഞാൻ പിൻവാങ്ങൂ, അതിനുശേഷമേ ഞാൻ മരിക്കൂ, ഇതൊന്നും നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് സ്വന്തം നമ്മുടെ ഒരു ജീവൻ, അതല്ലെങ്കിൽ ജീവിതം, അതല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊന്നും നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല, ആഗ്രഹിക്കാനേ പറ്റൂ. പക്ഷെ ഞാൻ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തൊലച്ചു കളയും, ഞാൻ അങ്ങ് ഇല്ലാതാക്കി കളയും, ഞാൻ അവരുടെ കാട്ടയും പടവും മടക്കി കളയും, ഞാൻ അവരുടെ പുക കണ്ടേ അടങ്ങൂ എന്നൊക്കെ പറയുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെൻസി കുട്ടിയിൽ നിന്ന് വരുന്ന ഒരു വർത്തമാനമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. കാരണം അവർക്ക് അത്രയേ ഉള്ളൂ. അനുഭവ പരിചയം കുറവാണ്. സാങ്കേതിക ലോകത്തേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിലേക്ക് പിറന്നു വീണ മനുഷ്യരാണ്, കുട്ടികളാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിത പരിചയം വളരെ കുറവാണ്. പക്ഷേ 5 പതിറ്റാണ്ട് ഈ ലോകത്ത് ജീവിച്ച ഒരു മനുഷ്യൻ, ഇത്രത്തോളം അറിവുള്ള ഒരു മനുഷ്യൻ, ലോകവിവരമുള്ള ഒരു മനുഷ്യൻ, ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പുക കണ്ടേ ഇവിടുന്ന് മടങ്ങൂ എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ട് ഈ 1-ാം ഓണ ദിവസം ഇതുപോലൊരു തല്ലുകേസ് പറഞ്ഞുകൊണ്ട് പോങ്ങൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇദ്ദേഹം കേന്ദ്ര കഥാപാത്രമാകുന്ന ഒരു സംസാരം ഞാനിവിടെ നടത്തില്ല. You make me wanna dance, just wanna make me wanna scream. You light a fire, baby, 'cause it